നമസ്കാരം. കേരളക്കരയെ ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തുടക്കം മുതൽ തന്നെ കേസിൽ 8ാം പ്രതിയായി ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരിതിരിഞ്ഞ് വാക്കേറ്റങ്ങൾ നടക്കുന്നുണ്ട്. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് ചാനൽ ചർച്ചകളിലും മറ്റും എത്തിയിരുന്നത്. അതിലൊരാളാണ് ശാന്തിവിള ദിനേശ്. ആദ്യകാലങ്ങളിലെല്ലാം ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ ശാന്തിവിള ദിനേശും സജീവമായി തന്നെയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നടി ആക്രമിച്ച കേസിൽ കുറ്റമുക്തനായ നടൻ ദിലീപിനെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ശാന്തിവിള ദിനേശ്. ഇന്നത്തെ കാലത്തെ പാപ്പരാസി മാധ്യമ സംസ്കാരത്തെക്കുറിച്ചും ശാന്തിവിള ദിനേശ് വിമർശനം ഉന്നയിച്ചു. ഇത്തരം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ കേസ് കൊടുക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ കഥയിലെ സൂത്രധാരൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പിന്നെ ഒരു സംവിധായകൻ, അയാൾ ഏത് തരികിടയും കളിക്കുന്ന നെറ്റോറിയസ് ക്രിമിനലാണ്. പിന്നെ ഒരു സൂപ്പർ താരം ആണല്ല, ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. കാരണം ദിലീപിന്റെ പുക കണ്ടേ അടങ്ങൂ എന്ന് വിചാരിച്ചു നടക്കുന്നവരാണ്. നടി ആക്രമിച്ച കേസിൽ വിധി പറയുന്ന ദിവസം രാവിലെ ഡ്രസ്സൊക്കെ ഇട്ട് ദിലീപ് തയ്യാറെടുക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിന് വേണ്ടി ഒരു ഡ്രോൺ പറക്കുകയാണ്. അയാൾക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും വളർന്നു വരുന്ന ഒരു കുട്ടിയും ഓർമ്മ നശിക്കുന്ന ഒരു അമ്മയും ഒക്കെയാണ്. അയാൾ ശരിക്കും കേസ് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ തുണി പൊക്കി കാണിച്ചേനെ. എനിക്ക് മാനക്ഷതമുണ്ടെങ്കിൽ ഇവരൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ. ജഡ്ജി ഹണി വർഗീസ് തന്നെ പറയുന്നുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ കോടതി നടപടികളെ തെറ്റായി കൊടുക്കരുത് എന്ന്. അങ്ങനെ ചെയ്താൽ നിയമ നടപടി ഉണ്ടാവുമെന്ന്. അത് നടന്നാൽ കേരളത്തിലെ 2 പ്രമുഖ ചാനലുകൾ എന്നെ പൂട്ടിപ്പോകുമായിരുന്നു. അവരുടെ ലൈസൻസ് പോവുമായിരുന്നു. പിന്നെ ചില യൂട്യൂബർമാര്. ഇവർക്കെതിരെ കോടതിയലക്ഷ്യ കേസ് കൊടുക്കണം. അതൊരു മോശം സംസ്കാരമാണ്. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ അവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. പാലാരിവട്ടം പാലം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഒക്കെ. ഇവർക്കൊന്നും നാണമില്ലേ? റേറ്റിംഗിന് വേണ്ടി കാണിക്കുന്ന ഓരോ തെമ്മാടിത്തരമാണ്. അയാളുടെ നെഞ്ചിലെ തീ ആസ്വദിക്കുകയായിരുന്നു ചാനലുകാരും യൂട്യൂബർമാരും ഒക്കെ. ഒരു വക്കീലായ സ്ത്രീ പറയുകയാണ്, രാമൻപിള്ള സാറിന് കൃത്യമായ പൈസ കൊടുത്തിട്ടുണ്ടോ എന്നറിയണമെന്ന്. അത് കൊടുത്താലും ഇല്ലെങ്കിലും ഇവൾക്കെന്താ? വേറെ ഒരുത്തിയാണെങ്കിൽ രാജിവെപ്പ്, കരച്ചിൽ, വട്ടായിപ്പോയോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. നടിയുടെ കാര്യം ഓർത്താൽ അവർ കരയും. എനിക്ക് ഒരു അനുജത്തിയെ പോലെയാണ് അതിജീവിത. അവളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. എന്റെ പൊന്നുമോളെ, ആ സ്ത്രീ മറ്റൊരു ബാലചന്ദ്രകുമാർ ആവും. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. സ്ത്രീകൾ ദിലീപിന്റെ പടം കാണില്ലത്രേ. സുപ്രീം കോടതി പറഞ്ഞാലേ അവർ അംഗീകരിക്കൂ പോലും. വേടനെ എടുത്തിരിക്കുകയാണ് സർക്കാർ പരിപാടിയിൽ. KPS ലളിത ജീവിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ അവരുടെ സ്വഭാവങ്ങൾ. KPS ലളിത ചേച്ചിയുടെ മകൻ സിദ്ധാർത്ഥ് ഒരിക്കൽ ആക്സിഡന്റായി മരിച്ചു പോകുമെന്ന് വരെ ആളുകൾ പറഞ്ഞു. അങ്ങനെ പണത്തിന് വേണ്ടി ഒരുപാട് സിനിമാക്കാരെ ലളിത ചേച്ചി വിളിച്ചു. അവസാനം മമ്മൂക്കയുടെ അടുത്തുമെത്തി. മമ്മൂക്ക എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ വലിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ട് പറ്റിയതാണെന്ന് പറഞ്ഞു. പിന്നെ സിദ്ധാർത്ഥ് ആശുപത്രിയിൽ നിന്ന് എണീറ്റപ്പോൾ ഈ വാർത്ത കേട്ടിരുന്നു. അപ്പോൾ തന്നെ അവരെ ഇറക്കി വിട്ടു. അതുകൊണ്ട് അതിജീവിത കുട്ടിയോട് എനിക്ക് അവരെ സൂക്ഷിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിന്റെ വീട്ടിൽ അവരെ ഇനി കയറ്റരുത്. നിന്റെ അധോഗതിയാണ് ഇനി വരാനിരിക്കുന്നത്. നീയുമായി എന്തിനെങ്കിലും പിടങ്ങിയാൽ നീ ഇതുവരെ പറഞ്ഞതെല്ലാം അവർ പുറത്തെടുത്തിടും. അതേസമയം തന്നെ ദിലീപ് നിരപരാധിയാണെന്നും ശാന്തിവിള ദിനേശ് ശക്തമായി വാദിക്കുന്നു. ഇതിനുവേണ്ടി അതിജീവിതയെ പരോക്ഷമായി അവഹേളിക്കാൻ പോലും ശാന്തിവിള ദിനേശ് മടിച്ചിട്ടില്ല. ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ശാന്തിവിള ദിനേശ് തന്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു. മീനാക്ഷിയെയും ദിലീപിനെയും കാവ്യമാധവനെയും കുറിച്ചാണ് പരാമർശമുണ്ടായത്. അച്ഛൻ ക്രൂരനാണെന്ന് മനസ്സിലാകാത്ത മകനാണോ MBBS പാസ്സായതെന്നാണ് ഒരുത്തൻ ചോദിക്കുന്നത്. അച്ഛൻ ക്രൂരനല്ല, ഹൃദയാലുവാണ്. അച്ഛനെയും ഒരു പെൺകുട്ടിയെയും ചേർത്ത് അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബജീവിതം തകർന്നു. നാട്ടുകാർ മുഴുവൻ എനിക്കെതിരായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ വിവാഹം കഴിച്ചവരാണ് ദിലീപ്. ഞാനതാണ് അയാൾക്ക് കൊടുക്കുന്ന ബഹുമാനം. കാവ്യമാധവൻ എന്ന പെൺകുട്ടി കാരണമാണ് അയാളുടെ ദാമ്പത്യ ജീവിതം തകർന്നതെന്ന് ഇവിടെ ഒരുപാട് പേർ പറഞ്ഞു. അവളുടെ ദാമ്പത്യ ജീവിതവും തകർന്നു. ഞാൻ നിമിത്തമാണല്ലോ ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നതെന്ന് കരുതി എന്ത് നഷ്ടം വന്നാലും കേരളം മുഴുവൻ പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞാലും ഞാൻ അവളെ കെട്ടു എന്ന് പറഞ്ഞയാളാണ്. അതുകൊണ്ട് ദിലീപിനെ താൻ ബഹുമാനിക്കുന്നെന്നും ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. നടി മഞ്ജു വാര്യരാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ. ഈ ബന്ധത്തിൽ പിറന്ന മകളാണ് മീനാക്ഷി. 2015-ൽ മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം 2016-ൽ ദിലീപ് കാവ്യ വിവാഹം ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസമാണ് ദിലീപ് കുറ്റമുക്തനായത്. കോടതി വിധി അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി നൽകിയിട്ടില്ലെന്നാണ് മഞ്ജു വാര്യർ പ്രതികരിച്ചത്. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പാക്കി എന്ന് പറയാനാകില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും പുറത്ത് പകൽ വെളിച്ചത്തിൽ ഉണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലും വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്.
അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പമെന്നാണ് മഞ്ജു വാര്യർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ അതിജീവിതയും പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ തുടക്കം മുതൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകാത്തവരിൽ ഒരാളാണ് അഖിൽ മാരാർ. കോടതി നടനെ കുറ്റമുക്തനാക്കിയ ശേഷം പൂർണ്ണ പിന്തുണ നൽകിയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചും ദിലീപ് ഒപ്പമുണ്ട്. ഇപ്പോഴത്തെ കോടതിയുടെ വിധിന്യായം വായിച്ചപ്പോൾ മനസ്സിലായതും ദിലീപുമായി സംസാരിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങളും പങ്കുവയ്ക്കുകയാണ് അഖിൽ മാരാർ. ഇരയായ കുട്ടിക്ക് കൃത്യമായ നീതി കിട്ടത്തക്ക രീതിയിൽ ഒരു അന്വേഷണം കേരള പോലീസ് നടത്തിയിട്ടില്ലെന്നാണ് വിധിന്യായം വായിച്ചപ്പോൾ തനിക്ക് തോന്നിയതെന്ന് അഖിൽ മാരാർ പറയുന്നു. ഞാൻ ഏതൊരു വിഷയത്തെയും സമീപിക്കുന്നത് സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി സംസാരിക്കുക എന്ന രീതിയിലാണ്. എനിക്ക് രാഷ്ട്രീയം, മതം, ജാതി, ജെൻഡർ ഇല്ല. ഇതൊന്നും നോക്കിയല്ല ഞാൻ നാളിതുവരെ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഈ ഒരു പ്രശ്നം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്ത് അതിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണം, ആ പെൺകുട്ടിയോട് തെറ്റ് ചെയ്തവർക്ക് ഏറ്റവും അർഹമായ ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. കോടതി പ്രതികൾക്ക് 20 വർഷം മാത്രമാണ് ശിക്ഷ നൽകിയത് എന്നതിനോടും യോജിക്കുന്നില്ല. കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവൻ ആരായാലും അവർക്ക് ജീവപര്യന്തമെങ്കിലും നൽകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഈ സംഭവത്തിന് പിന്നിൽ ആരാണോ ഗൂഢാലോചന നടത്തിയത് അവരെ സമൂഹത്തിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകണം. പക്ഷേ തെറ്റ് ചെയ്യാത്ത ഒരാളെ അതിന്റെ പേരിൽ ആക്രമിച്ചാൽ ഞാൻ 1700-ലധികം പേജുകളുള്ള കോടതിയുടെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വായിച്ച സമയത്ത് കണ്ടൊരു ഭാഗം മാത്രം സൂചിപ്പിക്കാം. ദിലീപും പൾസർ സുനിയും കണ്ടുവെന്നതിന് തെളിവായി പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുള്ളത് സൗണ്ട് തോമ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഒരു പ്രശ്നം സംഭവിക്കുകയും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗുണ്ടയായ സുനിയെ ലൊക്കേഷനിൽ ആളുകളെ വിളിച്ചു വരുത്തിയെന്നും നാട്ടുകാരുമായുണ്ടായ പ്രശ്നം സുനി വന്ന് പരിഹരിച്ചെന്നും അത് പരിഹരിക്കാൻ സഹായിച്ച സുനിയോട് ഭാവിയിൽ വേണ്ട കാര്യങ്ങൾക്കായി ഡിസ്കഷൻ നടത്തിയെന്നതുമാണ്. ആദ്യമായി ഇരുവരും കണ്ടതിനെക്കുറിച്ച് ജഡ്ജിമെന്റിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. അന്ന് ആ ലൊക്കേഷനിൽ നിന്ന് പൾസ് സുനി ഒരു റെസിപ്റ്റ് കൈപ്പറ്റിയിരുന്നു. അതാണ് ലൊക്കേഷനിൽ സുനി എത്തിയിരുന്നുവെന്നതിന് തെളിവായി പോലീസ് കൊടുത്തത്. അതിൽ പൾസ് സുനി 650 രൂപ ഗുണ്ട എന്ന പേരിലാണ് റെസിപ്റ്റ്. ലൊക്കേഷനിൽ പ്രശ്നം പരിഹരിക്കാൻ എത്തിയ ഗുണ്ടയ്ക്ക് 650 രൂപയെ പ്രതിഫലമായി ഉള്ളോ എന്നതാണ് ആദ്യത്തെ സംശയം. അന്ന് ലൊക്കേഷനിൽ ഗുണ്ടകളായി അഭിനയിക്കാൻ വന്ന ആളുകൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നൽകിയ തുകയുടെ വൗച്ചറായിരുന്നു അത്. ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രതിഭാഗം അത് തെളിയിച്ചു. അത്തരമൊരു റെസിപ്റ്റ് തെളിവായി നൽകിയതിന് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി നിശിതമായി വിമർശിച്ചു. കൃത്യമായി അന്വേഷിച്ചില്ല എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മറുപടി. ഇരയായ കുട്ടിക്ക് കൃത്യമായ നീതി കിട്ടത്തക്ക രീതിയിൽ ഒരു അന്വേഷണം കേരള പോലീസ് നടത്തിയിട്ടില്ല. തെളിവുകൾ കൊടുക്കുന്നതിൽ പോലീസും പരാജയപ്പെട്ടു. ഇതുപോലെ വിഡ്ഢിത്തരം നിറഞ്ഞ തെളിവുകളാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞ ശേഷം സ്വാഭാവികമായി എനിക്ക് തോന്നിയ തോന്നലാണ് അകാരണമായോ ഒരാളെ വേട്ടയാടുന്നതെന്നത്. സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടായാൽ അവർക്കൊപ്പം നിന്ന് സത്യസന്ധമായി സംസാരിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. ദിലീപിനെ ഞാൻ അനുകൂലിച്ചത് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ട ശേഷമാണ്. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു. വിധി എന്താകുമെന്ന് ദിലീപിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ഒരു ഊമക്കത്ത് പ്രചരിക്കുന്നുണ്ട്. ഞാൻ ദിലീപിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കോടതി മുറിക്കുള്ളിൽ ഞാൻ നിൽക്കുകയാണ്. ജഡ്ജി വിധി പറയുന്നു. 1-ാം പ്രതി ഗിൽറ്റി, 2-ാം പ്രതി ഗിൽറ്റി, 3-ാം പ്രതി ഗിൽറ്റി, 4-ാം പ്രതി ഗിൽറ്റി, 5-ാം പ്രതി ഗിൽറ്റി എന്ന് ജഡ്ജി വായിക്കുമ്പോൾ സത്യത്തിൽ 90% ഞാൻ മരിച്ച അവസ്ഥയിലായി മാറി. 7-ാം പ്രതി നോട്ട് ഗിൽറ്റി, 8-ാം പ്രതി നോട്ട് ഗിൽറ്റി എന്ന് പറയുമ്പോൾ നോട്ട് എന്ന വാക്കിന് ഒരു ജീവിതം തന്നെ തിരിച്ചു തരാൻ കഴിയുന്ന അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നേരത്തെ വിധി അറിഞ്ഞെങ്കിൽ അദ്ദേഹം എന്തിന് അത്ര ടെൻഷൻ അടിക്കണം? എന്നോട് അത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? 2024-ൽ മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് എനിക്കുള്ള സംശയങ്ങൾ മാത്രമാണ് പങ്കുവച്ചത്. സത്യം തെളിയട്ടെ. അതിജീവിത നീതി ലഭിക്കും വരെ പോരാടട്ടെ. അവർക്ക് നീതി കിട്ടുന്നതിന് അവരോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ട് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്.